Welcome to Kegzi Food Corner. Discover authentic Malabar and Kerala recipes. New videos every week. Subscribe and join us. ഹായ് എല്ലാവർക്കും കേക്സി ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ മലബാർ ചിക്കൻ കേക്ക് ആണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻറ്റ് പറയാം. 4 വലിയ സവാള കട്ട് ചെയ്തത്, ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം ചിക്കൻ ബോൺലെസ് ആണ്. ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല ഇട്ട് വേവിച്ചതിന് ശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട 8 കോഴിമുട്ടയാണ് വേണ്ടത്. പിന്നെ ഇതിൽ ആവശ്യമായ പൊടികൾ പറയാം. ഗരം മസാല വേണം 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ചിക്കൻ മസാല 2 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 1 ടീസ്പൂൺ. ഈ ഗരം മസാല കടയിൽ നിന്ന് വാങ്ങിയതല്ല, വീട്ടിൽ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. പിന്നെ ഈ ചിക്കൻ വേവിച്ചെടുത്ത വെള്ളമാണ്, കഴിക്കാൻ കുറച്ച് ജ്യൂസി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്, ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചിക്കന്റെ ഈ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന വാട്ടർ ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഞാൻ സാധാരണ ഓയിലാണ് യൂസ് ചെയ്യാറ്. നമുക്ക് ഉള്ളിയെല്ലാം വഴറ്റാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പാൻ ചൂടായി വരുമ്പോൾ വലിയുള്ളി 4 വലിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കിയ 4 വലിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നല്ല രീതിയിൽ വഴറ്റി വരണം. ഒരു 5 മിനിറ്റ് എന്തായാലും ടൈം എടുക്കും നമുക്കിത് വഴറ്റി വരണമെങ്കിൽ. നമുക്ക് നല്ല രീതിയിൽ തന്നെ വഴറ്റാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചതച്ച് വെച്ചത് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. പൊടികൾ പാർട്ടായിട്ട് ചേർത്താൽ മതി, പെട്ടെന്ന് ആഡ് ചെയ്യണ്ട. ഉള്ളി നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോരോ പൊടികൾ നമുക്ക് ആഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പെരിഞ്ജീരകത്തിന്റെ പൗഡറാണ് ആഡ് ചെയ്യേണ്ടത്. പെരിഞ്ജീരകം നമ്മൾ മിക്സിയിലിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തതാണ്. പിന്നെ ഗരം മസാല നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഉള്ളിയെല്ലാം നല്ല രീതിയിൽ വാടി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ആഡ് ചെയ്യാം, ചിക്കൻ മസാല ആഡ് ചെയ്യാം, മല്ലിപ്പൊടി ആഡ് ചെയ്യാം, മുളക് പൊടിയും ആഡ് ചെയ്യാം. കുറച്ച് ഓയിൽ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിരുന്ന വെള്ളം ഉണ്ടായിരുന്നു, സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന വെള്ളം. ആ വെള്ളം നമ്മൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആഡ് ചെയ്താൽ മതി, ഫുള്ളായിട്ട് നമ്മൾ ആഡ് ചെയ്യണമെന്നില്ല.
അപ്പോൾ നമ്മൾ ചിക്കൻ കേക്കിന് വേണ്ടിയുള്ള മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. എല്ലൊന്നും പെടരുത്, നമ്മൾ എന്ത് ചെയ്യണം, ബോൺലെസ് എടുക്കാവൂ. കുട്ടികളൊക്കെ കഴിക്കുന്ന സമയത്ത് എല്ല് കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബ്ലംസ് ആണ്. പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ചിക്കനും കൂടി ആഡ് ചെയ്തു. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. ഇതൊരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ആ സമയത്തിനൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എഗ്ഗ് നമുക്ക് എന്ത് ചെയ്യണം, ബീറ്റ് ചെയ്യണം ചെറുങ്ങനെ. അതിലേക്ക് വേണ്ട കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് അടിക്കണം. ഞാൻ തൽക്കാലം ഇവിടെ ബീറ്റർ ഉള്ളത് കൊണ്ട് മിക്സിയിലേക്ക് അടിക്കുന്നില്ല, ജസ്റ്റ് ബീറ്ററിൽ എന്ത് ചെയ്യാണ്, ബീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അടുത്തത് എഗ്ഗ് ബീറ്റ് ചെയ്യാണെന്ന് നോക്കാം. അപ്പോൾ 8 മുട്ട, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബീറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ്റെ മസാല നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഞാനിത് ബിരിയാണീൻ്റെ പോട്ടാണ്, നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഈ ഒരു പോട്ടുണ്ട് നമുക്ക് എല്ലാ കേക്കും കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് ജസ്റ്റ് ചൂടാക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോഴത്തേക്ക് നമുക്കിത് മിക്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഉപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് പാകമായ ഉപ്പ് അനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. ഞാൻ നേരത്തെ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മസാല ഉണ്ടാക്കുമ്പോഴും കുറച്ച് ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. സ്ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇത് സ്ലോ ഫ്ലെയിമിൽ നമ്മൾ ഒരു 15 to 20 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം, പാനിലേക്ക് ഒഴിക്കാം. ലോ ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ. ഫ്ലെയിം ഹൈ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും. നമ്മൾ എന്താ, ഈ അടുപ്പ് വെച്ച് ഒരു 15 to 20 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ മലബാർ ചിക്കൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. പക്ക പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീണ്ടും നമുക്ക് നാളെ വീഡിയോ കാണാം.